ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ. എന്തെങ്കിലും തട്ടിക്കൂട്ട് ഷോർട്സ് ഒക്കെയാണ് ഇടാറുള്ളത്. സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, നേരത്തെയൊക്കെ ജോലിക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളും അല്ലെങ്കിൽ എങ്ങനെ വരണം എന്നറിയാത്ത ആളുകളൊക്കെ മാത്രം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുവൈറ്റിൽ ഹോം കെയറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ വേറെ അറേബ്യൻ കൺട്രീസിൽ, ഇവിടെ തന്നെയാണെങ്കിൽ യു എയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. വലിയ സന്തോഷം. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒരേ ഫീൽഡിലുള്ള ആളുകൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അവരിൽ തന്നെ കുറച്ച് ആളുകൾ എന്നോട് ചോദിക്കേണ്ടായിരുന്നു, ചേച്ചിക്ക് നല്ല സുഖമാണല്ലേ ജോലി ചെയ്യണ വീട്ടിൽ, അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ എപ്പോഴും ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളെ കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും വിചാരിക്കണേ നമ്മളിവിടെ യു എയിൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഈ ജോലി ചെയ്തിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിലൊക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കുറേയൊക്കെ ധാരണയിലൊക്കെ ആരെങ്കിലും വരാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് കുറച്ച് നെഗറ്റീവ് സൈഡുകളുണ്ട്. നെഗറ്റീവ് സൈഡ് ഞാൻ പറയുന്നില്ല, നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണമല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഒരു കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ട സമയത്ത് അവർ മീൻസ് വരുന്ന പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളും വിചാരിക്കില്ലേ, ചേച്ചി പറഞ്ഞതൊക്കെ പോസിറ്റീവായിട്ടാണ്, പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ നമ്മൾ ഹോം കെയറിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ വന്ന് പേഷ്യൻ്റ് ആയിരുന്നു നോക്കി നമുക്ക് മാറിയിരിക്കാം, നമുക്ക് നല്ല സുഖമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയുള്ള വീഡിയോകൾ കിട്ടിയ ഭാഗ്യം, ഞാൻ അതേ പറയുള്ളൂ. നല്ല ആളുകളുണ്ട്, നമുക്ക് 24 മണിക്കൂർ പണിയെടുത്താലും സാറ്റിസ്ഫൈഡ് ആകാത്ത ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ നല്ല വീടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ജോലി ചെയ്യാൻ നമുക്ക് മാറിയിരിക്കുകയൊക്കെ ചെയ്യാം. അതല്ലാത്ത വീടുകളിൽ വന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് സുഖമില്ല, നമുക്കൊരു പനി വന്നു, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീകളാണല്ലോ കൂടുതൽ വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് പീരീഡ്സ് വന്നു, അതിൻ്റെ ഒരു പെയിന് ക്രാംസ് ഒക്കെ ഉണ്ട്, നമുക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പം ഇന്നൊരു ദിവസം നമുക്ക് ലീവ് എടുക്കാം, എന്തെങ്കിലും പറഞ്ഞ് ലീവ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് സുഖമില്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയുന്നു, നമ്മൾ ലീവ് എടുക്കുന്നു, നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്കൊരു സമയം കിട്ടും. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോം കെയറിൽ വർക്ക് ചെയ്താലും നാട്ടിൽ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഉണ്ട്, ഡെയിലി പോയി വരുന്ന സ്ഥലമാണെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്കത് പറ്റില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര സുഖമില്ലാണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാലും, എന്ത് വലിയ അസുഖമാണെന്ന് പറഞ്ഞാലും, നമ്മൾ അതിന് മെഡിസിൻസ് നമുക്ക് ഒരു വാങ്ങി തരും. അല്ലെങ്കിൽ നമ്മളിപ്പം യൂഷ്വലി ഒരു പനിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡോളോ അല്ലെങ്കിൽ ഒരു പെനഡോളോ ഒക്കെ കഴിക്കുമല്ലോ. ഇത് കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും നമുക്ക് ഇവിടെ പറ്റില്ല കേട്ടോ. നമ്മൾ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ മെഡിസിൻ എടുക്കുക, മെഡിസിൻ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. ഇപ്പം നമ്മൾ വിചാരിക്കില്ലോ, ഇന്ന് എനിക്ക് തീരെ വയ്യ, ഒരു ദിവസം ലീവ് കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ മിക്കവാറും ദിവസങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇന്ന് വയ്യല്ലോ, ഇന്നൊരു ദിവസം നമുക്ക് ലീവ് എടുത്താലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഇവിടെ ഇല്ല കേട്ടോ. അത് നമുക്ക് മാത്രമല്ല, അത് ഇവിടെ അറബിക് ഫാമിലിയിൽ ജോലി ചെയ്യുന്ന മെയ്ഡുമാരാണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും ഇപ്പം നമ്മളാണെങ്കിലും ഒക്കെ കെയർ ഗിവേഴ്സ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ബാധകമാണ് ആ ഒരു കാര്യം. നമുക്ക് എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും നമ്മൾ മെഡിസിൻ എടുക്കുക, മെഡിസിൻ എടുത്തിട്ട് നമ്മൾ ആ ജോലി നമ്മൾ ചെയ്യണം. അതല്ലാതെ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ വിചാരിക്കണം, അയ്യോ ഇത് എന്തൊരു ജോലിയാണ്, നമുക്ക് സുഖമില്ലാണ്ട് പോലെ ഇവർക്ക് നമ്മളോട് ഒരു ഒരു കരുണയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ജോലി ചെയ്യുന്ന മെയ്ഡുമാരായി ചിന്തിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര കുറവ് ജോലിയാണ്, പക്ഷേ മെയ്ഡുമാരെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാനിവിടെ കണ്ടിട്ടുണ്ട്, അവർക്ക് അസുഖം വന്നാലും എന്ത് പെയിൻ ആണെന്നുണ്ടെങ്കിൽ അവരൊരു പെയിൻ കില്ലർ എടുത്തിട്ട് അവർ ജോലി ചെയ്യും. ജോലി സമയം കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. എന്ത് ഫിസിക്കലി തന്നെയല്ലേ, ഇമോഷണലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ വളരെയധികം മാനസികമായിട്ട് എന്തെങ്കിലും ഫാമിലിയെ കുറിച്ച് ഓർത്തിട്ടൊക്കെ തകർന്നൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അതൊന്നും ഇവിടെ നമുക്ക് വില പോവില്ല. നമ്മൾ എന്തൊരവസ്ഥയിലാണെങ്കിലും നമ്മൾ ജോലി നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഈ 2 വർഷത്തിനിടക്ക് നമുക്ക് അവരറിഞ്ഞു തരുന്നൊരു ഓഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവർ നമ്മളോട്, ഇന്നിപ്പം പേഷ്യൻറ്റ് ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടി വരില്ല, അവർ മക്കൾ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ ഇഷ്ടമുള്ള മാതിരി നമുക്ക് സ്പെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുന്നതല്ലാതെ ഈ 2 വർഷവും നമ്മൾ നമ്മുടെ പേഷ്യൻറ്റ് കെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ദിവസം പോലും നമുക്ക് ലീവ് എടുക്കാനോ പേഷ്യൻറ്റ് കെയറിൽ നിന്ന് മാറി നിൽക്കാനോ പറ്റില്ല കേട്ടോ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് നല്ല ജോയിൻറ്റ് പെയിനും ബോഡി പെയിനും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്തെങ്കിലും പെയിൻ കില്ലർ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് എപ്പോഴും വരാനുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട. ഇവിടെ അറബിക് നാടുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള ഒരു കേസാട്ടോ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടിൽ എന്താണെങ്കിലും മെയ്ഡുമാരുണ്ടാവില്ല. അപ്പോൾ ഒന്നിൽ കൂടുതലോ മെയ്ഡുമാരുണ്ടാകും. ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുമായിട്ട് നല്ല സഹകരണത്തിലൊക്കെ പോകാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ മാനസികമായിട്ട് കുറച്ച് തളർത്തിക്കളയൊക്കെ ചെയ്യും. കാരണം നമ്മൾ ചെല്ലുന്ന വീടുകളിൽ എപ്പോഴും നമുക്കൊരു കൂട്ടായിട്ട് ഉണ്ടാകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരായിരിക്കും. പക്ഷെ അവരുടെ അടുത്ത് നിന്ന് മിക്ക കെയർ ഗിവേഴ്സിന് കിട്ടുന്നത് മോശമായിട്ടുള്ള ഒരു എന്താ പറയുക,
റെസ്പോൺസാണ് അവരിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ് അവരിൽ നിന്ന് കിട്ടാറുള്ളത്. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, അവർ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ പേഷ്യൻ്റ് റൂമിൽ തന്നെ, പേഷ്യൻ്റ് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റ് ടി വി കാണുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്നതൊക്കെ അവർ കാണുന്ന സമയത്ത് അവർക്ക് ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ അവർക്ക് വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് അവിടെ ഇരിക്കുകയല്ലേ, അപ്പം നമ്മളെ വന്ന് സഹായിച്ചുകൂടെ ആ സമയം കൊണ്ട് എന്നൊക്കെ ഉള്ളൊരു ഈഗോ അവർക്ക് വരും. അപ്പോൾ ആ ഒരു ഈഗോ ഒക്കെ വെച്ചിട്ട് അവർ നമുക്ക് ഭക്ഷണം തരുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ചെന്നിരിക്കുന്ന സമയത്തൊക്കെ അവർ നമ്മളെ അവഗണിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വേർതിരിവ് അതിനകത്ത് കാണിക്കുകയൊക്കെ ചില മെയ്ഡുമാർ ചെയ്യും. എല്ലാ ആളുകളും അല്ലാട്ടോ ഞാൻ പറയണേ, ചില ആളുകൾ, കൂടുതൽ ആളുകൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവിടെ കൂടുതലും കെയർ ഗിവേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അവരുടെ സ്പോൺസർമാരെക്കാൾ കൂടുതൽ മെയ്ഡുമാരിൽ നിന്നാണ്. കാരണം അവർ നമ്മളെക്കാൾ മുന്നേ ഈ വീട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് അവിടെ നമ്മളെക്കാൾ കുറച്ച് വില കൂടുതലായിരിക്കും. അപ്പോൾ അവർ പറയുന്നതാണ് ഇവർ കൂടുതൽ കേൾക്കുക. അപ്പോൾ അങ്ങനെ ഇവർ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതകളും അങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ തർക്കിക്കാൻ പോയിക്കാൻ അത് നമുക്ക് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് നമുക്ക് മാറിയിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ മാറിയിരുന്നു, പേഷ്യൻ്റ് നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഉറക്കെ പേര് വിളിക്കും, നമ്മൾ കേൾക്കില്ല എങ്കിൽ അവർ വീണ്ടും വീണ്ടും വിളിക്കും. അത് പേഷ്യൻ്റെ റിലേറ്റീവ്സ് ഒക്കെ കേൾക്കുവാണെങ്കിൽ നമ്മളെ നല്ല ചീത്ത കേൾക്കേണ്ടി വരും. എന്തിന് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് പോയി എന്നുള്ള രീതിയിൽ നല്ല ചീത്ത കേൾക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി പോകുന്നൊരു അവസ്ഥയിൽ നിൽക്കും. പേഷ്യൻ്റെ അടുത്ത് ഇരിക്കണോ, നമ്മൾ മെയ്ഡിനെ ഹെൽപ്പ് ചെയ്യണോ, കാരണം നമുക്ക് ഭക്ഷണമൊക്കെ തരുന്നവരായതുകൊണ്ട് നമുക്ക് അവരെയും സന്തോഷിപ്പിച്ചിരുത്തിയല്ലേ പറ്റുള്ളൂ. അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ പേഷ്യൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത്. പേഷ്യൻറ്റിന് അവിടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വന്നാലൊക്കെ നമ്മൾ അടുത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തതിനൊക്കെയുള്ള രീതിയിൽ വളരെ സമാധാനത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ സ്പോൺസർമാരിൽ നിന്നും കിട്ടുന്ന ഒരു പ്രഷറിനേക്കാൾ കൂടുതലാണ് ശരിക്കും ഈ മെയ്ഡുമാരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ. നല്ല ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് പേഷ്യൻ്റ് കെയറിൽ അവർ വിചാരിക്കുന്നത് നമ്മൾ പേഷ്യൻ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്നൊന്ന് സഹായിച്ചുകൂടെ എന്ന് എല്ലാ ആളുകളെയും പോലെ അവർ ചിന്തിക്കുന്നതാണ്. അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊക്കെ മുന്നോട്ട് പോകാൻ നോക്കണം. അതൊരു വല്ലാത്തൊരു പ്രഷർ തന്നെയാണ് കേട്ടോ. അത് ഇവിടെ കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുന്നതിൽ 90% ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മെയ്ഡുമാരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മിസ്ബിഹേവിയറൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് നന്നായിട്ടൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാംഗ്വേജിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ആ കുട്ടിക്കാണെങ്കിൽ അറബി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, എനിക്കാണെങ്കിൽ അറബി അറിയില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു വന്ന സമയത്തൊക്കെ. പക്ഷേ പിന്നെ നമ്മളൊന്ന് അടുത്തറിയണ സമയത്ത് നമ്മൾ പതുക്കെ നമ്മൾ പറഞ്ഞ് ആക്ഷൻസിൽ കൂടെയൊക്കെ ആണെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതും ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് എന്തെങ്കിലും ഇപ്പോൾ ബെഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻ്റ് ബെഡ് സോർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് അവരുടെ ബോഡിയിൽ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ വന്നു, അതല്ലെങ്കിൽ അവരുടെ തിങ്സ് ഒക്കെ കഴിഞ്ഞ് പോകാറായി, പക്ഷെ നമ്മളത് വിട്ടുപോയി പറയാനായിട്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ പേഷ്യൻ്റ് കെയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട്, നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ മെഡിസിൻസ് ആണെങ്കിലും അണ്ടർ പാഡോ ഡയപ്പറോ എന്താണെങ്കിലും അത് കഴിയുന്നതിന് 2-3 ദിവസം മുന്നേ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിന് ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് കോൺസ്റ്റിപ്പേഷൻ വന്നാലും ശരി, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ചെറിയ റാഷസോ എന്താണെങ്കിലും അവരുടെ ബോഡി ചേഞ്ചസ് എന്തെങ്കിലും വന്നാലും നമ്മളപ്പോൾ തന്നെ നമ്മൾ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർ നല്ല വഴക്ക് പറയും, നമ്മളെ നല്ലതായിട്ട് ഷൗട്ട് ചെയ്യും. ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ, ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കില്ല, പക്ഷെ അവർ നല്ല വഴക്ക് പറയും. നമുക്ക് നല്ല സങ്കടം വരും. നമ്മളോട് ചിലപ്പം തലേ ദിവസമൊക്കെ നല്ല സ്നേഹത്തിലിരുന്നിരുന്ന ആളുകളായിരിക്കും, പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. അത് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളത് കേൾക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിട്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുക. കാരണം നമുക്ക് നാട്ടിൽ ഞാൻ പറയാറില്ലേ, ഒരു നേഴ്സിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി വാങ്ങിയിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മളിവിടെ നോക്കണേ. നമ്മൾ നാട്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നിൽ കൂടുതൽ പേഷ്യൻസിൻ്റെ കാര്യം നോക്കിയിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണം, എന്നിട്ട് നമുക്ക് തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടണേ. പക്ഷേ ഇവിടെ നമുക്ക് അവർ ഫുഡും അക്കോമഡേഷനും നമ്മുടെ വിസ ചാർജസും എല്ലാം അവർ തന്നിട്ട് ഒരു പേഷ്യൻറ്റിനെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്നേക്കാൾ കൂടുതൽ സാലറിയാണ് നമുക്ക് ഇവിടെ കിട്ടണേ. അപ്പോൾ എന്നിട്ട് നമ്മളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ നല്ല വഴക്ക് പറയും. അതുപോലെ തന്നെ നമ്മളുടെ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ അവർ വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് പറയാനും അവിടെ നിന്നൊക്കെ നമുക്ക് കോൾ വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് നമ്മുടെ ഡ്യൂട്ടി കാര്യത്തിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡ്യൂട്ടി ചെയ്യുക. അതിനകത്ത് നമ്മളൊരു കുഴപ്പം വരുത്തരുത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കണം. എന്ത് ചെറിയ ചേഞ്ചസ് ആയിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാം നമ്മൾ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യുക. ഒരു കാര്യങ്ങളും നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു 1 ഇയർ ആയി.
ഇപ്പോഴും ഞാൻ ചില കാര്യങ്ങൾക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ മറന്നു പോകാം. ഇപ്പം എൻ്റെ പേഷ്യൻറ്റിന് 3 മണിക്കൊരു മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ 3 മണിക്കുള്ള അലാറം ഉണ്ട്. ഇപ്പം അതെനിക്ക് യൂസ്ഡ് ആയെങ്കിൽ പോലും ഞാൻ ആ അലാറം ഞാൻ ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം നമുക്കൊരു വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റീവ്സ് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വഴക്ക് പറയും. അതിന് മുന്നേ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും അവർ കാണിക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് എൻ്റെ നാട്ടിൽ പോയാൽ മതി എന്നൊക്കെ തോന്നും. എത്ര വഴക്ക് പറഞ്ഞാലും അവർ നമ്മളെ തിരിച്ചൊന്നും വിടാൻ പോണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലൊന്നും ഇരിക്കരുത്. അവർ നമ്മളെ തിരിച്ചൊന്നും വിടൂല. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ ആ വീട്ടിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവരതങ്ങ് വിടും കേട്ടോ. അവർ നമ്മളെ മാതിരി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ല. 1-2 ദിവസം ആ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് അവരതിന് നമ്മളോട് സോറിയൊക്കെ പറയും. ഒരുപാട് അവർ വെക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് സോറിയൊക്കെ പറയും. ഇനി അത് മിസ്റ്റേക്ക് ആവർത്തിക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളെപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് നമ്മളുടെ പേഷ്യൻറ്റ് കെയറിൽ നമ്മൾ ഇരിക്കുക. പേഷ്യൻ്റെ എല്ലാ ചേഞ്ചസിനെയും നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതിന് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം പേഷ്യൻ്റെ എല്ലാ ചേഞ്ചസും. അതുപോലെ തന്നെ പേഷ്യൻ്റെ മെഡിസിൻസ് ആണെങ്കിലും ഡയപ്പേഴ്സ്, അണ്ടർപാഡ് എന്താണെങ്കിലും നമ്മൾ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ കേടായിപ്പോയി, എന്തെങ്കിലും ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി, ഇതൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യണം കേട്ടോ. ഇതൊന്നും അവർ വന്നിട്ട് നോക്കി ഇത് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല എന്ന് അവർ ചോദിക്കാനുള്ള ഇടവരുത്തരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഇത് നല്ല വഴക്ക് കേൾക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കിത് കരയാമെന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം വരുത്താതിരിക്കുക. അതൊക്കെയാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് മടുത്തിട്ട് എങ്ങനെയും പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മൾ വരുമ്പോഴാണ്. അപ്പോൾ അതുമാതിരിയുള്ള സിറ്റുവേഷൻസ് ഇല്ലാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇനി പൊതുവെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡ്യൂട്ടി സമയം നമ്മൾ നമ്മുടെ പേഷ്യൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാം, നമുക്ക് ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ചില വീടുകളിലൊക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും നമുക്കത് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും, പേഷ്യൻ്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ചേച്ചി 8 hours അല്ലേ ഡ്യൂട്ടി, അല്ലെങ്കിൽ 12 hours അല്ല, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാമല്ലോ എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. 8 hours 12 hours കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പേഷ്യൻ്റെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇടക്കിടക്ക് ആലോചിക്കും, ഞാൻ ഏകദേശം ബിഗ് ബോസിൽ ജീവിക്കണം മാതിരി തന്നെയാണ് ജീവിക്കണേ. അപ്പോൾ ഇതെൻ്റെ റൂമാണ്. എൻ്റെ റൂമിൽ ഞങ്ങൾക്ക് 2 പേർക്ക് സെപ്പറേറ്റ് 2 കട്ടിലുണ്ട്. എൻ്റെ പേഷ്യൻ്റെ കട്ടിൽ കിടക്കും, ഞാനിവിടെ കിടക്കും. ഇവിടെ ക്യാമറയുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത് ഹോളിലാണെങ്കിൽ അവിടെ ക്യാമറയുണ്ട്, കിച്ചണിലാണെങ്കിൽ അവിടെ ക്യാമറയുണ്ട്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ക്യാമറ സർവൈലൻസിലായിരിക്കും, ഫുൾ ടൈം നമ്മൾ ഡ്യൂട്ടിയിലും ആയിരിക്കും. നമ്മുടെ ഒരു വീട് മാതിരി തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഡ്യൂട്ടിയിലാട്ടോ. അതായത് 8 hours ഡ്യൂട്ടി കഴിഞ്ഞു, അപ്പോൾ ഇനി എനിക്ക് എൻ്റെ പേഷ്യൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടി സമയം കഴിയുമ്പം മാറിയിരിക്കാനൊന്നും ഇവിടെ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഇതിനു മുന്നേ മെസ്സേജ് ചെയ്തതിൽ പല ആളുകളും പറഞ്ഞു ഇവിടെ അങ്ങനെ ഡ്യൂട്ടി സമയമൊന്നുമില്ല, 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. അത് ഇനി വരുന്ന ആളുകളാണെങ്കിലും മനസ്സിൽ വിചാരിക്കണം നമുക്ക് അങ്ങനെ ഡ്യൂട്ടി അവേഴ്സ് ഒന്നുമില്ല. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 വർഷവും നമ്മൾ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. യൂണിഫോമിൽ അല്ലെങ്കിലും നമ്മൾ ഡ്യൂട്ടിയിൽ തന്നെ ആയിരിക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒട്ടും ചിലപ്പം ഫ്രീ ടൈം നമുക്ക് കിട്ടില്ല, നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ച് സമയം വേണം, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് സമയം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് റിലേറ്റീവ്സ്, മക്കളോ അങ്ങനെ അവരുമായിട്ട് എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുക. നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ സപ്രസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സപ്രസ് ചെയ്ത് വയ്ക്കാതെ നമ്മൾ വരുന്ന സമയത്ത് അവരോട് നമ്മൾ പറയാം എനിക്ക് ഇങ്ങനെ ഒരു 2 hours എനിക്ക് ഇങ്ങനെ സമയം വേണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന പകരം എനിക്ക് 2-3 hours എനിക്ക് എന്തായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വൺസ് ഇൻ എ വീക്കെങ്കിലും എനിക്ക് ഇത്ര സമയം വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് അവർ ചെയ്തു തരുമായിരിക്കാം. ചെയ്ത് ഉറപ്പില്ല, പക്ഷേ മിക്ക ആളുകൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യമൊക്കെ ചെയ്തു തരും. നമുക്ക് മെയ്ഡിൻ്റെ റൂമിൽ പോയിട്ടൊക്കെ നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സമയം, അല്ലെങ്കിൽ അവർ ആ വീട്ടിൽ തന്നെ വേറെ റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും പേഷ്യൻ്റെ കൂടെയാണ് നമ്മൾ കിടക്കണമെങ്കിൽ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം കേട്ടോ. നമ്മൾ വിചാരിക്കും ഓക്കെ 8 hours കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയത്, അങ്ങനെയൊന്നുമല്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഈ 2 വർഷവും 24 മണിക്കൂറും നമ്മൾ ഡ്യൂട്ടിയിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വരാനായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ രാവിലെ കുബൂസ്, ഇവിടെ എല്ലാ ബ്രെഡിനും അവർ കോമൺലി കുബൂസ് എന്ന് പറയണേ. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാനൊക്കെ നാട്ടിലാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പൊറോട്ടയൊക്കെ ഇവിടെ കിട്ടും, പറാത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമ്മൾ ബീഫൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പൊറോട്ട കഴിക്കുന്നത് ചിലപ്പോൾ ചീസോ ബട്ടറോ ജാമോ ഒക്കെ തേച്ചിട്ടൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ട് നമുക്ക് വരും. ഇപ്പോൾ ഞങ്ങളൊക്കെ വെക്കേഷനായിട്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ടാട്ടോ. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭക്ഷണം നല്ലതാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ മാതിരി സ്പൈസി ഫുഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നല്ല ചോറ് കറിയൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ യൂഷ്വലി ബസ്മതി ആ ഒരു റൈസൊക്കെയാണ് യൂസ് ചെയ്യണേ. നമുക്ക് ചിലപ്പോൾ അതൊന്നും ശീലമില്ലാത്ത ആളുകളായിരിക്കുമല്ലോ.
അല്ലെങ്കിൽ രാവിലെ എല്ലാ ദിവസവും ഈ 2 വർഷം രാവിലെ കുബൂസ് ആണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അപ്പോൾ അതൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് നമ്മളിവിടെ 2 വർഷം ജോലി ചെയ്യേണ്ടത്. അപ്പം ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ള ഹോം കെയറിൽ വർക്ക് ചെയ്യണവരൊക്കെ ഞങ്ങളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡിനെ കുറിച്ചിട്ടാണ്. നാട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ചമ്മന്തിയും ചോറും കഴിക്കാൻ, സാമ്പാറും ചോറും കഴിക്കാൻ. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രീഡം നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഹോം കെയറിൽ ജോലി ചെയ്യാനായിട്ട്. ഹോം കെയറിലെ ജോലി എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു ജോലിയേ അല്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഹോം കെയറിലെ ജോലി എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അതെല്ലാ രീതിയിലും നമ്മുടെ എല്ലാ ശീലങ്ങളെയും നമ്മൾ മാറ്റി വെക്കേണ്ടുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ നമുക്ക് ഉറക്കം ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഇവിടെ ഹോം കെയറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്നൊരു സാധനമാണ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് പറയുന്നത്. കാരണം നമ്മുടെ ഉറക്കം നമുക്ക് ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഡയറ്റ്, നമ്മുടെ ഫുഡ് നമ്മുടെ ശരിയാവില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനും എൻ്റെ മാതിരിയുള്ള പല കെയർ ഗിവേഴ്സ് ഇവിടെ ജോലി ചെയ്യണത്. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടുതലും പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ 2 വർഷം നിൽക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നാളോടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് നാട്ടിൽ ഓടി പോകാനൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം കേട്ടോ വരാനായിട്ട്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് അബ്രോഡൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ. നമ്മുടെ ഫാമിലീനെ മിസ് ചെയ്യുക, നമ്മുടെ കുട്ടികളെ മിസ് ചെയ്യുക, അല്ലേ? നമ്മൾ ഇപ്പോൾ നമ്മുടെ പാരൻസൊക്കെ നാട്ടിലാണെങ്കിൽ അവരൊക്കെ നമ്മൾ മിസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു ഫാമിലി, പരിചയമില്ലാത്ത കുറേ ആളുകൾ, പരിചയമില്ലാത്ത കൾച്ചർ, പരിചയമില്ലാത്തൊരു ഭാഷ, മൊത്തം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ പറിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ട് നടുന്നത് മാതിരിയാണ്. അവിടെ നമ്മൾ വേര് പിടിക്കാനായിട്ട് നമ്മൾ അതുമായിട്ടൊക്കെ ഒന്ന് യൂസ്ഡ് ആവാനായിട്ട് കുറേ നാളുകൾ എടുക്കും. അപ്പോൾ മിക്ക ദിവസങ്ങളിലും നമുക്ക് കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ സാഡായിട്ടും വിഷമിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ഫാമിലിയുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ചലഞ്ച് തന്നെ കേട്ടോ. ചലഞ്ചുമാണ്. നമ്മൾ ഏറ്റവും അധികം നമ്മൾ സഹിക്കേണ്ടുന്നൊരു കാര്യമാണ് ആ ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമമൊക്കെ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ നമ്മൾ പകലൊക്കെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിട്ടുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരും, നമുക്ക് സങ്കടം വരും. അപ്പോൾ വിചാരിക്കരുത് എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ എന്നുള്ളത്. അങ്ങനെയല്ല. ഞാനടക്കം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും, അതിലിപ്പോൾ കെയർ ഗിവേഴ്സിനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്ന മെയ്ഡുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഇങ്ങനെ ഫാമിലി കൂടെ ഇല്ലാത്ത ആളുകളൊക്കെ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു വിഷമം, ഒരു പ്രശ്നമൊക്കെയാണ് നമ്മുടെ ഫാമിലിനെ മിസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്ത് ഓൾറെഡി ഡേ ടൈം മുഴുവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. കാരണം പേഷ്യൻറ്റിന് എപ്പോഴും വേദനകൾ, വയ്യായികൾ, മടി, അല്ലെങ്കിൽ അവർക്ക് വയ്യ, അല്ലെങ്കിൽ നോ നോ നോ, ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ, അത് നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ചിന്തകളെ റീപ്ലേസ് ചെയ്യുക. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ അവരുടെ ഒരു എന്താ പറയുക, വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു, അവരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ ചെയ്യണം. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് രാത്രിക്ക് സങ്കടമൊക്കെ വരും. അപ്പോൾ എനിക്ക് വിചാരിക്കും നിർത്തി നമുക്ക് പോയാലോ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കും. ഞാൻ ഇവിടെ നിന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിന്ന് ഞാൻ ചിന്തിക്കും, കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാലോ. പക്ഷേ നാട്ടിൽ പോയിട്ട് അടുത്ത് എന്തെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം. കാരണം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചിന്തകളൊക്കെ ആ രീതിയിൽ വിടും. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമുക്കൊരു ഗോള് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എല്ലാ ആളുകളും അങ്ങനെയാണല്ലോ. ആരും പൈസയുടെ കൂടുതലുകൊണ്ടൊന്നും നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളില്ല. അപ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു ഗോളിലോട്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് നാളെ ജോലി ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും ആ ഒരു ഉന്മേഷവും മോട്ടിവേഷനൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ചാണ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡൗൺ ആയി പോവാതെ നമ്മൾ നോക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇവിടെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒന്നും ഒരാളും ഇല്ല. നാട്ടിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്ത് നല്ല തോട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ മൈൻഡിനെയൊക്കെ എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവാക്കി വെച്ചിട്ട് 2 വർഷം നമ്മളിവിടെ എങ്ങനെയും ജോലിക്ക് നിൽക്കാനുള്ള മനസ്സ് പ്രിപ്പയർഡ് ആക്കിയിട്ട് വേണം നമ്മളിവിടെ വരാനായിട്ട്. വന്നു കഴിഞ്ഞാലോ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് കരച്ചിലൊക്കെ വരും, വീട്ടുകാർ വിട്ട് നിന്നതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ അതിനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ മാതിരി ആ ഒരു തോട്ട്സിനെയൊക്കെ നമ്മൾ നേർച്ചർ ചെയ്ത് പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എന്താ പറയുക മെയിനായിട്ട് വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് എന്താ പറയുക,
നമ്മുടെ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ മിക്ക ആളുകളുടെയും പേടി അതാണ്, ഫിസിക്കലി നമ്മൾ അവരെന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഇവിടെ ഒന്നും അങ്ങനെ ഇതുവരെ ഞാൻ വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഇപ്പോൾ പരിചയമായി. അവരാരും എന്നോട് അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്പോൺസർ എടുത്തുനിന്നോ അങ്ങനെയൊന്നും ഫിസിക്കലി അവർ അബ്യൂസ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ നല്ല വഴക്കൊക്കെ കേൾക്കും. നമ്മുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ല വഴക്ക് കേൾക്കും. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ചില സമയത്ത് നല്ല വഴക്ക് കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ മാനസികമായിട്ട് തകർത്തിയൊക്കെ കളയും. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ഉയർത്ത് വരണം, എന്നിട്ട് നമ്മൾ ജോലി ചെയ്യണം, എന്നിട്ട് നമ്മൾ ഏൺ ചെയ്യണം. അവരാണല്ലോ നമ്മളിവിടെ വന്നിരിക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കുറേ ഡിലേ വരുന്നുണ്ട്. എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.